ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ, ഇന്നത്തെ ഗൈഡൻസ് എന്താണ് നോക്കാം. കിങ് ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്, 2 ഓഫ് കപ്സ് വന്നിരിക്കുന്നു. ഏസ് ഓഫ് പെന്റക്കിൾസ്, വളരെ നല്ല എനർജിയാണ്. ക്യൂൻ ഓഫ് പെന്റക്കിൾസ്, ഇതെല്ലാം പെന്റക്കിളിന്റെ എനർജി ആണല്ലോ. നയൻ ഓഫ് കപ്സ്, ദ വേൾഡ്, ടെൻ ഓഫ് പെന്റക്കിൾസ്, ത്രീ ഓഫ് കപ്സ്, അതുപോലെ തന്നെ 4 ഓഫ് കപ്സ്. ബോട്ടം വന്നിരിക്കുന്നത് എംപ്രസ് ആണ്. അപ്പൊ നമുക്കിവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് കിങ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. നമുക്ക് ബോട്ടം വന്നിരിക്കുന്നത് ദ എംപ്രസ് ആണ്. എംപ്രസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ സമൃദ്ധിയാണ് വരുന്നത്. എംപ്രസ് ഒരു മഹാറാണിയുടെ എനർജിയാണ്. നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് കിങ്ങിന്റെ എനർജിയാണ്. ഉണ്ടല്ലേ, കിങ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജി വന്നിരിക്കുന്നു. ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് ദ എംപ്രസ് ആണ് വന്നിരിക്കുന്നത്. എംപ്രസ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട്, അതുപോലെ തന്നെ സാമൂഹികപരമായിട്ട്, മറ്റ് എന്താണെന്ന് സ്നേഹപരമായിട്ടോ, ഇനി കുട്ടികളുടെ കാര്യത്തിലോ എന്തൊക്കെയോ സമൃദ്ധി, ഐശ്വര്യം ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു എനർജി നമ്പർ 3 ആണ്. ബ്ലെസ്സിങ്സ് ആണ്, ജൂപ്പിറ്റർ അഥവാ വ്യാഴ അനുഗ്രഹം. അപ്പോൾ നല്ലതുപോലെ വ്യാഴാനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്, നല്ലതുപോലെ ഡിവൈൻ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഇവിടെ ആരുടെയെങ്കിലും ഒക്കെ വിവാഹം നടക്കാം. വിവാഹം മാത്രമല്ല, മറ്റ് നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാകുന്നു. നിങ്ങളുടെ ധനപരമായ കാര്യങ്ങളിൽ ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾക്ക് ഒരു പ്രോഗ്രസ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ജോലിക്കാര്യത്തിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ തിളങ്ങി നിൽക്കുന്ന ഒരു സമയം, നിങ്ങളൊന്ന് തിളങ്ങി നിൽക്കുന്ന സമയം, അതായത് ഒന്ന് ഷൈൻ ചെയ്യുന്നു, മറ്റുള്ളവരുടെ മുൻപിൽ മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കപ്പെടുന്ന ഒരു പേഴ്സണാലിറ്റിയിലേക്ക് നിങ്ങൾക്ക് ഈ സമയത്ത് മാറാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. വളരെ നല്ല എനർജിയാണ്. അപ്പൊ ഇതിന് തൊട്ട് താഴെ വന്നിരിക്കുന്നത് മൂൺ കാർഡാണ്. ഇല്യൂഷനിൽ പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നിന്ന് നിങ്ങൾക്കൊരു ചേഞ്ച് വരും. ഈ അനുഭവങ്ങളൊക്കെ കഴിയും. ഇതിൽ നിന്നൊന്ന് റിയലൈസ് ചെയ്യും. നിങ്ങൾക്ക് വരുന്ന ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇവിടെ മനസ്സമാധാനമില്ലായ്മയുണ്ട്. എന്തോ മാനസികമായ വിഷമം ഇവിടെ അനുഭവിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ഇതിന്റെയൊക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം തന്നെ നിങ്ങളൊന്ന് സ്വയം റിയലൈസ് ചെയ്യണം. സ്വയം റിയലൈസ് ചെയ്ത് നോക്കൂ നിങ്ങൾ. അപ്പൊ ഈ ദുഃഖത്തിന് കാരണം എന്താണ്? ഈ ഒരു ദുഃഖത്തിന് കാരണം എന്താണ്? അത് നിങ്ങൾ തന്നെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തുകൊണ്ട് മറ്റുള്ളവരെ ഓർത്തിട്ടാണ് ഇവിടെ ദുഃഖിക്കുന്നത്? ഇവിടെ സ്വയം കാര്യങ്ങളല്ല, മറ്റുള്ളവരെ ഓർത്തിട്ടാണ് ഇവിടെ വിഷമം അനുഭവിക്കുന്നത്. മറ്റുള്ളവർക്ക് നിങ്ങൾ കൊടുത്ത എഫേർട്ട്, നിങ്ങളിട്ട എഫേർട്ട് ഉണ്ടല്ലോ, മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഒക്കെ നിങ്ങൾ അല്ലെങ്കിൽ അവരുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട്
നിങ്ങൾ ചില എഫേർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, അതൊരു ഫലവുമില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെതായ ആ ഒരു സ്മരണ ഇല്ലാതെ പോകുന്നു. അപ്പോൾ പിന്നെ നിങ്ങൾക്കത് ഓർത്തിട്ട് എന്നും ഇവിടെ ദുഃഖം അനുഭവിക്കാനേ ഉള്ളൂ സമയം. നിങ്ങൾ അതേ സമയത്ത് നിങ്ങളുടേതായ കാര്യത്തിൽ സ്വയം ഒന്ന് എഫേർട്ട് എടുത്ത് നോക്കുക. ആവശ്യത്തിനുള്ള ബൗണ്ടറി നിങ്ങൾ സെറ്റ് ചെയ്യണം. മനസ്സിലായോ? ആദ്യം നിങ്ങൾ സ്വന്തം കാര്യം നോക്കുക. നമ്മളെ തന്നെ ഫോക്കസ് ചെയ്യണം. നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്യൂ. അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്യൂ. എന്താണ് റിയാലിറ്റിയിലേക്ക് വരിക. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതോടെ റിയാലിറ്റിയിലേക്ക് വരിക അത്യാവശ്യ കാര്യമാണ്. സ്വയം ഒന്ന് റിയലൈസ് ചെയ്ത് നോക്കണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കാനും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും സംസാരിക്കുവാനും നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളെക്കാൾ ബെറ്ററായ അല്ലെങ്കിൽ നമ്മളെക്കാൾ ബെറ്ററായ ഒരാളും ഈ ലോകത്തിലില്ല. മനസ്സിലായോ? നമ്മളെപ്പറ്റി നമുക്ക് വേണ്ടി ചിന്തിക്കാനും സംസാരിക്കാനും പ്രവർത്തിക്കാനും എല്ലാം നമ്മളെക്കാളും ബെറ്ററായ ഒരു വ്യക്തി ഈ ലോകത്തിലില്ല, നമ്മൾ തന്നെയാണ്. അപ്പോൾ പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു സറണ്ടറിങ് മൂഡിലേക്ക് വരണം. അതാണ് ഇവിടെ നല്ലത്. മനസ്സിലായോ? ഒരു സറണ്ടറിങ് മൂഡിലേക്ക് വരണം. അതാണ് ഇവിടുത്തെ ഈ ഇല്യൂഷനിൽ പെട്ടിരിക്കുന്ന ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് സോൾവ് ആകണമെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ചിലേക്ക് വരാൻ സാധിക്കും. മനസ്സിലായി? ഇത് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ചിലേക്ക് വരാൻ സാധിക്കും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പിന്നെ നമുക്ക് വന്നിരിക്കുന്ന ഇവിടെ ഒരു കാർഡ് അധികം വന്നതാണ് 4 ഓഫ് കപ്സിന്റെ എനർജി. അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്, കിട്ടുന്നില്ല. ഇവിടെ ഒരു ഇവിടെ ഒരു ഡിവൈൻ ഗിഫ്റ്റ് തന്നെ വരും. അത് നിങ്ങൾ അതിലേക്ക് ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ പല കാര്യങ്ങൾ മുൻപിലുണ്ട്, എന്നാൽ പോലും മറ്റെന്തിനോ വേണ്ടിയാണ് തേടുന്നത്. മനസ്സിലായോ? അപ്പോൾ മറ്റെന്തിനോ വേണ്ടി തേടുന്നത് അത് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കാനുള്ള സാധ്യത വേണമെങ്കിൽ എന്താണ്, അതിലേക്ക് ശ്രദ്ധ കൊടുക്കണം. അതിനെ തന്നെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വേണം. അതിലേക്ക് ശ്രദ്ധ കൊടുക്കണം. അതാണ് ഇവിടെ വേണ്ടത്. അത് ഡിവൈനുമായിട്ട് കണക്റ്റ് ആവണം. എന്നാൽ മാത്രമേ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പലപ്പോഴും നമുക്ക് നമ്മുടെ കയ്യിലുള്ളതൊന്നും നമുക്ക് വേണ്ട, മറ്റെന്തൊക്കെയോ തേടുന്നു, മറ്റെന്തൊക്കെയോ കൂടി വരാനുണ്ട്, അതിലേക്കാണ് കൂടുതൽ ശ്രദ്ധ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഡിവൈൻ എപ്പോഴും നമ്മളെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്, നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് വേണ്ടതെല്ലാം ആവശ്യത്തിനുള്ള സമയത്ത് ആ സമയം അനുസരിച്ച് തരുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ശ്രദ്ധയുണ്ടാവണം. തരുന്ന കാര്യത്തിൽ ഡിവൈൻ നിങ്ങൾക്ക് തരുന്ന ഗിഫ്റ്റിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് വേണ്ടത്. മനസ്സിലായി? ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ഫസ്റ്റ് കിങ് ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ കിങ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികം വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഒരുപാട് സാമ്പത്തികം നിങ്ങൾക്ക് ആർക്കൊക്കെയോ ഇന്ന് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ എനർജി, അല്ലെങ്കിൽ സമ്പത്തിന്റെ രാജാവാകാൻ കഴിയുന്നു. ഇവിടെ ഒരുപാട് സാമ്പത്തികമായ എനർജിയാണ് വന്നിരിക്കുന്നത്, സമ്പത്തിൻ്റെതായ എനർജിയാണ് വന്നിരിക്കുന്നത്. കിങ് ഓഫ് പെന്റക്കിൾസ്, ഏസ് ഓഫ് പെന്റക്കിൾസ്, ക്യൂൻ ഓഫ് പെന്റക്കിൾസ്, അതുപോലെ 10 ഓഫ് പെന്റക്കിൾസ് ഒക്കെ വന്നിരിക്കുന്നു. മനസ്സിലായോ? അപ്പൊ കൂടുതലായിട്ട് വന്നിരിക്കുന്നത് പെന്റക്കിളിന്റെ എനർജി, സാമ്പത്തികത്തിന്റെ എനർജിയാണ്. ഇന്ന് ഒരുപാട് പേർക്ക് സാമ്പത്തികം ലഭിക്കാനുള്ള സമയമായി, അല്ലെങ്കിൽ അതിനുള്ള ഒരു ഭാഗ്യമുണ്ട് എന്ന് തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ കിങ് ഓഫ് പെന്റക്കിൾ എർത്ത് സൈനാണ്, ടോറസ് വർഗ് കാപ്രിക്കോൺ എനർജി. അപ്പൊ ഇങ്ങനെ ഒരു ഹൈ എനർജിയിലേക്ക് പോകാൻ സാധിക്കും. കാരണം എന്താണ് സമ്പത്തിൻ്റെതായ ഒരു എനർജി അത്യാവശ്യത്തിന് നിങ്ങൾക്കത് ലഭിക്കുന്നു, കൈകാര്യം ചെയ്യാൻ ഇന്നത്തെ ദിവസം സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാനുള്ളത് പൂർവികമായ സ്വത്ത് എന്തെങ്കിലും ലഭിക്കാനുണ്ടായിരിക്കാം, അതുപോലെ തന്നെ റിട്ടയർമെന്റിന്റെ സാമ്പത്തികം ലഭിക്കാനുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജി ആവാം. ഇനി അതുമല്ലെങ്കിൽ ലോട്ടറി തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാവാം. ഇവിടെ അത് തന്നെ 2 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഇവിടെ സ്നേഹവുമുണ്ട്, സാമ്പത്തികവുമുണ്ട്. ഇന്നത്തെ എനർജിയിൽ നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് മുഴുവനും ഇവിടെ സ്നേഹമുണ്ട്, സാമ്പത്തികമുണ്ട്. ഇത് രണ്ടും കൂടെ കണക്റ്റഡ് ആണല്ലോ. ഒന്ന് മാത്രം ഒറ്റയ്ക്ക് നിൽക്കുന്നില്ല ഒരിടത്തും. ഒരു കാലത്തും ഒരു വ്യക്തിയിലും ഒരേ ഒരു കാര്യം മാത്രം, അല്ലെങ്കിൽ സാമ്പത്തികം മാത്രം കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. പിന്നെ സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് സ്നേഹം എനിക്കുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അവിടെയും സ്നേഹം കണ്ടുകൊണ്ടിരുന്നാൽ മതിയോ? എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കണ്ടേ? അതിനൊക്കെ വേണ്ടത്? സാമ്പത്തികം കൂടെ വേണം. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർന്നുവെങ്കിൽ മാത്രമേ ഇവിടെ ഐശ്വര്യം നിലനിർത്താൻ പറ്റൂ.
അങ്ങനെയാണ് ഇവിടെ 2 ഓഫ് കപ്സിന്റെ എനർജി വന്നിട്ടുണ്ട്. ഒരുപാട് സ്നേഹം ഇവിടെ പങ്കുവയ്ക്കുന്ന എനർജിയാണ്. വിട്ടുപോയവർ തിരികെ വരുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയതായിട്ട് സ്നേഹം നടിച്ചു വരുന്നവരുണ്ട്, അല്ലെങ്കിൽ സ്നേഹം നടിച്ചല്ല ഒറിജിനലായിട്ടും ആത്മബന്ധം. ഇവിടെ ഒരു സോൾമേറ്റ് കണക്ഷനാണിത്. കോംപ്രമൈസ് ചെയ്തു പോകാൻ, പരസ്പരം സപ്പോർട്ട് ചെയ്തു പോകാൻ, പരസ്പരം കെയർ ചെയ്തു പോകുന്ന, റെസ്പെക്ട് ചെയ്തു പോകുന്ന നല്ല ഒരു സോൾമേറ്റ് കണക്ഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് നിങ്ങൾ ചിലപ്പോൾ ആഗ്രഹിച്ചതാവണം, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് വഴക്കിട്ട് പിണങ്ങിയൊക്കെ പോയിരിക്കുന്ന വ്യക്തികൾ ചിലപ്പോൾ മടങ്ങി വരുന്നതാകാം, ഒന്നിച്ചു ചേരുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഏസ് ഓഫ് പെന്റക്കിൾസ് ആണ്. ഏസ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ എന്താണ്? സമ്പത്തിന്റെ തുടക്കമാണ്. ഏസ് എന്ന് പറയുന്നത് എന്താണ്? തുടക്കമാണ്. സൺ എനർജിയാണ്, സണ്ണിന്റെ എനർജിയാണ്. ഇവിടെ വളരെയധികം പ്രകാശം നിറഞ്ഞു നിൽക്കുകയാണ്. എന്തിന്റെ പ്രകാശം? സമ്പത്തിൻ്റെതായ പ്രകാശം. ആ സമ്പത്തിന്റെ പ്രകാശം ഇവിടെ നിറഞ്ഞു നിൽക്കുമ്പോൾ എന്താണ്? നിങ്ങൾക്ക് പല വഴികളിലൂടെയും അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. അതിനുള്ള ഒരു ഭാഗ്യസമയം നിങ്ങൾക്ക് ആയിട്ടുണ്ടാവണം. അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതിനുള്ള ഒരു ഭാഗ്യസമയം നിങ്ങൾക്ക് ആയിട്ടുണ്ടാവണം. നിങ്ങൾ എഫർട്ട് എടുത്ത് നോക്കിയിരിക്കുന്നുണ്ടാവണം ഇത് ലഭിക്കാൻ വേണ്ടി. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഒരു പുതിയ തുടക്കം നിങ്ങളിലേക്ക് വരുന്നു. സമ്പത്തിൻ്റെതായ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി നിങ്ങൾ നോക്കിയിരിക്കുന്നുവെങ്കിൽ അത് നിങ്ങളിലേക്ക് വരുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് പുതിയ ജോബ് ലഭിക്കാം, അതുപോലെ തന്നെ പുതിയതായിട്ടുള്ള ചിലപ്പോൾ കിട്ടാനുള്ള സാമ്പത്തികം ലഭിക്കാം, മറ്റ് വരുമാന മാർഗങ്ങൾ, മറ്റ് വരുമാന സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് തുറന്നു കിട്ടാം. ഏതെങ്കിലുമൊക്കെ വഴിയിലൂടെ നിങ്ങൾക്ക് സാമ്പത്തികം ലഭിക്കാനുള്ള എനർജി ഉണ്ട്. ചിലപ്പോൾ ലോട്ടറി അടിക്കാം. എങ്ങനെയൊക്കെ ആയാലും നിങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം ആരെങ്കിലും ചിലപ്പോൾ തന്ന് സഹായിക്കാം. എങ്ങനെയായാലും, അല്ലെങ്കിൽ കിട്ടാനുള്ളത് കിട്ടാം. ചിലപ്പോൾ ചിട്ടി പൈസയൊക്കെ കിട്ടാം. ചിലപ്പോൾ നിങ്ങൾ ലോൺ എടുക്കാൻ നോക്കിയിരിക്കുന്നവർക്ക് അത് കിട്ടാം. എങ്ങനെയായാലും നിങ്ങളിലേക്ക് ഇന്ന് സമ്പത്തിൻ്റെതായ ഒരു തുടക്കമാണ്. സാമ്പത്തികം ഇന്ന് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നതിന് വേറെ ഒന്നും നമുക്ക് പറയാനില്ല. അല്ലെങ്കിൽ ചില നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്ന് പറയാം. ചില നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ള, മാനസികമായിട്ട് മെന്റലി ഒക്കെ നിങ്ങൾക്കൊന്ന് സന്തോഷിക്കാനുള്ള ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാം. അടുത്തായിട്ട് ക്യൂൻ ഓഫ് പെന്റക്കിൾസ് ആണ്. നിങ്ങൾ വീട്ടിലിരുന്നാലും നിങ്ങളുടെ കഴിവിനനുസരിച്ച് പ്രയത്നിച്ച് നിങ്ങളുടെ കൈ നിറയെ സാമ്പത്തികം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെയും കാണുന്നത്. ഇതിനായിട്ട് നിങ്ങൾ ഇവിടെയും നോക്കിയിരിക്കുന്നു. നിങ്ങളൊരു നല്ല ഹീലറാണെന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ജോലിക്ക് വേണ്ടി ചിലപ്പോൾ നഴ്സിനോ ടീച്ചറിനോ അങ്ങനെ ഒരു ഡോക്ടറാവാനോ എന്തൊക്കെയോ ചില ജോലികളിലേക്ക് നിങ്ങൾ അത് ലഭിക്കുമെന്ന് കരുതിക്കൊണ്ട് നോക്കിയിരിക്കുന്ന എനർജിയാവാം. അവിടെ ചിലപ്പോൾ സാമ്പത്തികം ലഭിക്കുന്ന എനർജിയാവാം, ശമ്പളമൊക്കെ ലഭിക്കുന്ന എനർജിയും ആവാം. അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും ചെറിയ ബിസിനസ്സുകൾ തുടങ്ങാനാവാം. നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ടാവാം. വീട്ടിൽ തന്നെയും നിങ്ങൾ അതിനു വേണ്ടി പരിശ്രമിക്കുന്നുണ്ടാവാം. ചിലപ്പോൾ മണി ഏൺ ചെയ്യാൻ വേണ്ടി പല മാർഗങ്ങളും നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ തുടങ്ങി വയ്ക്കുന്നുണ്ടാവും. അതിലൊക്കെ നിങ്ങൾക്ക് ഇത് ലഭിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇവിടെ 9 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഇവിടെ ആരുടെയൊക്കെ വിവാഹം നടക്കുന്ന എനർജി, ഓർണമെന്റ്സ് വാങ്ങിക്കുന്ന എനർജി ഉണ്ട്. ഇവിടെ ഓർണമെന്റ്സ് വാങ്ങിക്കുന്നു, പുതിയ വസ്ത്രങ്ങൾ വാങ്ങിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സന്തോഷത്തെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ആസ്വദിക്കാൻ സാധിക്കുന്നു, അതിനെ ആഗിരണം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് കാര്യങ്ങളിൽ മറ്റുള്ളവർ നിങ്ങളിലേക്ക് സന്തോഷമായിട്ട് അടുത്തുകൂടാ, മറ്റുള്ളവർ തരുന്ന സന്തോഷത്തിൽ നിങ്ങൾക്ക് പങ്കുചേരാൻ പറ്റും. അതുപോലെ ഒരുപാട് കാര്യങ്ങളിൽ എന്തൊക്കെയോ സാധനങ്ങൾ, പുതിയ ചില സാധനങ്ങൾ വാങ്ങിക്കാൻ നിങ്ങൾക്ക് അങ്ങനെ ഒരു മാറ്റം കൂടെ വരുന്ന ദിവസമാണ് ഇന്ന്. ആരുടെയെങ്കിലും വിവാഹം നോക്കിയിരിക്കുന്ന സമയത്താണെങ്കിൽ ആ വിവാഹം നടക്കാൻ നിങ്ങൾ ഒത്തിരി പാർട്ടികളിലൊക്കെ പങ്കെടുത്ത് സന്തോഷം ആസ്വദിക്കുക, അനുഭവിക്കുക, അങ്ങനെയൊക്കെയുള്ള എനർജിയാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. കപ്പല്ലേ, കപ്പ്, വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. ഇവിടെ ഇനി നിങ്ങൾ നോക്കിയിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടി നോക്കിയിരിക്കുന്നുണ്ടോ? അവർ വന്നു ചേർന്ന് ഒന്നിച്ച് സന്തോഷിക്കുന്ന എനർജിയും ഇവിടെയുണ്ട്. 2 ഓഫ് കപ്സിന്റെ എനർജി ഉണ്ട്. ഏതെങ്കിലും ഒരു പാർട്ട്ണർക്ക് വേണ്ടി നിങ്ങൾ നോക്കിയിരിക്കുകയാണെങ്കിൽ അവർ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ആരെയോ സിൻസിയർ ആയിട്ട് ലവ് ചെയ്യുന്നുണ്ട്. ആ വ്യക്തിയുടെ മെസ്സേജോ കോളോ എന്തെങ്കിലും വരാനുള്ള സാധ്യതയും ഉണ്ട്. അടുത്തായിട്ട് നമുക്ക് വേൾഡ് ആണ് വന്നിരിക്കുന്നത്. സമ്പൂർണമായ ഒരു സഫലത ഇവിടെ അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എൻഡ് ആവുന്നു. മനസ്സിലായോ? നിങ്ങൾ ദുഃഖമൊക്കെ അനുഭവിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ എൻഡ് ആവുന്നു. പുതിയൊരു തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ആർക്കെങ്കിലുമൊക്കെ വിദേശത്ത് പോകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത്
ലഭിക്കുന്നതാണ്. ആ ഒരു സാധ്യത നിങ്ങൾക്ക് സന്തോഷപൂർവ്വം ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ അത്തരം ഒരു സന്തോഷം നിങ്ങൾക്ക് വന്നു ചേരാം. ആ ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് ലഭിക്കാം. അവിടെ ആഗ്രഹിച്ച ജോബ് ലഭിക്കുന്നതിന്, അല്ലെങ്കിൽ വിസ കിട്ടുന്നതിനാവാം, പാസ്പോർട്ട് കിട്ടുന്നതിനാവാം, ഏതൊരു കാര്യത്തിനായാലും നിങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാനുള്ള കാര്യങ്ങളിലും ഒരു സന്തോഷ വാർത്ത ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ തുടങ്ങി വയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചില ജോലികളിലേക്ക് നിങ്ങൾ തുടക്കം കുറിക്കുന്നുണ്ടാവാം ഇന്നത്തെ ദിവസം. 10 ഓഫ് പെന്റക്കിൾസ് ആണ്. ഇവിടെ നിറഞ്ഞ സാമ്പത്തികമാണ്. അതിൽ നമ്മൾ പറഞ്ഞത് ഇവിടെ ഒത്തിരി സമ്പത്തിൻ്റെതായ എനർജിയാണ്. ഇവിടെയും നിറഞ്ഞ സാമ്പത്തികമാണ്. 10 ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? അപ്പൊ ഈ ഒരു സാമ്പത്തികപരമായ അവസ്ഥയ്ക്ക് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് കിട്ടാതിരുന്ന സാമ്പത്തികം ലഭിക്കുകയാവാം. അതുവഴി മറ്റുള്ളവർ നിങ്ങളിലേക്ക് അടുത്തുകൂടുന്ന എനർജി. അതിനു മുൻപ് സാമ്പത്തികമില്ല എന്നുള്ള ഒരേ ഒരു ആക്ഷേപം പറഞ്ഞിട്ട് നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയവർ ആയിരിക്കണം. അവസാനം നിങ്ങൾക്ക് സാമ്പത്തികം ഉണ്ടെന്ന് കാണുമ്പോൾ നിങ്ങളോട് ഒത്തുചേരാം, അല്ല എങ്കിൽ അടുത്തു വരാം. പിരിഞ്ഞു പോയവരൊക്കെ നിങ്ങളിലേക്ക് അടുത്തു വരുന്നു, സന്തോഷം അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇവിടെയോ 3 ഓഫ് കപ്സ് ആണ്. എൻജോയ് ചെയ്യാൻ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു. ചിലപ്പോൾ ചില പാർട്ടികളിലൊക്കെ നിങ്ങൾക്ക് ഒത്തിരി സന്തോഷിക്കാനുള്ള അവസ്ഥയാണ്. എൻജോയ് ചെയ്യാനുള്ള, സെലിബ്രേറ്റ് ചെയ്യാനുള്ള സമയം വരുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സിൽ അഡ്മിഷൻ കിട്ടിയത് എൻജോയ് ചെയ്യുക. അതുമല്ല എങ്കിൽ ഏതെങ്കിലും ഇന്റർവ്യൂസിനൊക്കെ പങ്കെടുത്ത് അതിലൊരു വിജയം നേടിയതിന്, ഇനി അതുമല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റൊരു ജോലിയിൽ എന്തെങ്കിലും ഒരു പ്രൊമോഷനൊക്കെ കിട്ടിയിട്ട് അവിടെ സന്തോഷിക്കാം. കൂട്ടുചേർന്ന് സന്തോഷിക്കണോ, അതായത് കൂട്ടുകാരൊത്തുചേർന്ന് സന്തോഷിക്കുന്നു, അതാണ് പറഞ്ഞത്. അപ്പൊ കൂട്ടുകാരൊത്തുചേർന്ന്, അല്ലെങ്കിൽ ഒത്തിരി ആൾക്കാരുമായിട്ട് ഒന്നിച്ചു ചേർന്നുള്ള സന്തോഷം, ചിലപ്പോൾ വിവാഹമാകാം, ചിലപ്പോൾ വീടിന്റെ പാലുകാച്ചാവാം, ചിലപ്പോൾ ഏതെങ്കിലും ക്ഷേത്രത്തിലൊക്കെ നിങ്ങൾ മറ്റ് ഏതെങ്കിലും ആരാധനാലയങ്ങളിലൊക്കെ പോവുക, ഒരു ഉല്ലാസയാത്ര പോലെ നിങ്ങൾ എവിടെയെങ്കിലും പോകാം. അങ്ങനെയൊക്കെ ഒരുപാട് സന്തോഷം അനുഭവിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇന്നത്തെ എല്ലാ നല്ല കാർഡ്സാണ് വന്നിരിക്കുന്നത്. നല്ല എനർജിയാണ് ഇന്ന് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. ഇന്ന് ശ്രീകൃഷ്ണ ഭഗവാന്റെ മെസ്സേജസ് ഒന്ന് നോക്കാം. കുറച്ച് നാളായി നമ്മളിത് നോക്കിയിട്ട്. ഭഗവാൻ നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് ഇന്നത്തെ ദിവസം തരുന്നത് എന്ന് നോക്കാം. ബ്ലെസ്സിങ്സ് വന്നിരിക്കുന്നു. ഡു നോട്ട് പ്രൊവോക്ക് നെഗറ്റിവിറ്റി. 3 കാർഡ്സാണ് എടുത്തിരിക്കുന്നത്. ബോട്ടം വന്നിരിക്കുന്നത് ആസ്ക് ഫോർ ഗോഡ്സ് ഗ്രേസ് ആൻഡ് ഹെൽപ്പ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വെൻ ഇൻ ട്രബിൾ ആസ്ക് ഫോർ ഹെൽപ്പ്. നിങ്ങൾക്ക് എപ്പോഴാണോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത് അപ്പോൾ നിങ്ങൾക്ക് ദൈവത്തോട് അപേക്ഷിക്കാം, ചോദിക്കാവുന്നതാണ്. ഇത് നെസസറി ഹെൽപ്പ് വിൽ കം ടു യു. അത്യാവശ്യത്തിനുള്ള ഹെൽപ്പൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിരിക്കാം. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ദൈവത്തോട് ചോദിക്കാവുന്നതാണ്, യൂണിവേഴ്സിനോട് ചോദിക്കാവുന്നതാണ്. യൂണിവേഴ്സിന് ഒരു താങ്ക് യു പറഞ്ഞിട്ട് യൂണിവേഴ്സിനോട് ചോദിക്കാവുന്നതാണ്. അത്യാവശ്യത്തിനുള്ള ഹെൽപ്പൊക്കെ നിങ്ങൾക്ക് ഇന്ന് ലഭിക്കുന്നതാണ് എന്നാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം തന്നെ വന്നിരിക്കുന്ന ബ്ലെസ്സിങ്സ് ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് കാർഡ് ബ്രിങ്സ് ബ്ലെസ്സിങ്സ് ആണ്. ഈ കാർഡ് നിങ്ങൾക്ക് തരുന്നത് തന്നെ ബ്ലെസ്സിങ്സ് ആണ്. ഈ കാർഡ് നമുക്ക് വന്നത് തന്നെ നിങ്ങൾക്ക് ബ്ലെസ്സിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് അതിൻ്റെതായ സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവാനുഗ്രഹത്തിന്റെ സമയമാണ് നിങ്ങൾക്ക് ഇന്ന് എന്നാണ് കാണുന്നത്. ന്യൂ ബിഗിനിങ്സ് ആണ് വന്നിരിക്കുന്നത്. ലെറ്റ് ഗോ ഓഫ് ദ ഓൾഡ്, വെൽക്കം ദ ന്യൂ. അപ്പോൾ എന്താണ്, പഴഞ്ചനെല്ലാം നമ്മൾ ഉപേക്ഷിക്കുക. പഴയ ചില കാര്യങ്ങളുണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ തന്നെ ആയാലും ഒരുപാട് പഴയ പാത്രങ്ങൾ, ഒരുപാട് പഴകിയ വസ്ത്രങ്ങൾ, ഇതെല്ലാം നമ്മൾ സൂക്ഷിച്ചൊരിടത്ത് മാറ്റി വെച്ചേക്കും. ഇതിനെയൊക്കെ നമുക്ക് ഉപേക്ഷിക്കണം. അതുപോലെ തന്നെ നമ്മളുടെ ഉള്ളിലുള്ള പഴയ ചില കാര്യങ്ങളെ പോലും നമ്മൾ ഉപേക്ഷിക്കണം. മനസ്സിലായോ? പണ്ടെങ്ങോ ആരോടെങ്കിലും ഉള്ള ശത്രുത അതിപ്പോഴും വെച്ച് പുലർത്താൻ പാടില്ല. അതിനെയൊക്കെ അങ്ങ് ഉപേക്ഷിക്കണം, അതാണ് പറയുന്നത്. എന്നിട്ട് എന്താണ്, പുതിയതിനെ സ്വീകരിക്കുക, പുതിയതിനെ സ്വാഗതം ചെയ്യുക, അതാണ് പറയുന്നത്. അപ്പൊ എന്നിട്ട് ആൻഡ് പോസിബിളി ഓൺ ഇറ്റ്സ് വേ, അത് സമയമാകുമ്പോൾ നിങ്ങൾക്ക് നല്ല കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേർന്നുകൊള്ളും.
ഭാഗ്യസമയം നിങ്ങളിലേക്ക് വരും. നിങ്ങൾ പഴയതിനെല്ലാം ഉപേക്ഷിക്കൂ. പുതിയ ചില കാര്യങ്ങളെ നിങ്ങൾ സ്വാഗതം ചെയ്യൂ. അതുവഴി നിങ്ങളിലേക്ക് ഒരു ഐശ്വര്യം വരുന്നതാണ്. ദൈവാനുഗ്രഹം അതുവഴി നിങ്ങൾക്ക് വരും. നിങ്ങൾക്ക് ജീവിതത്തിൽ തന്നെ ഒരു പുതിയ തുടക്കത്തിനുള്ള സമയമായിരിക്കുന്നു. അതാണ് പറഞ്ഞത്. ഡു നോട്ട് പ്രൊവോക്ക് നെഗറ്റിവിറ്റി. നെഗറ്റീവായ ചില കാര്യങ്ങളെ ഒന്നും പ്രൊവോക്ക് ചെയ്യാൻ പാടില്ല. ഡു നോട്ട് ഇൻവൈറ്റ് നെഗറ്റിവിറ്റി ബൈ ഡൂയിങ് ഓർ സേയിങ് റോങ് തിങ്സ്. തെറ്റായ കാര്യങ്ങളെ പറ്റി ചിന്തിക്കാനോ അത് ചെയ്യാനോ ഒരു പ്രേരണയും ആർക്കും കൊടുക്കാനും പാടില്ല, നിങ്ങളൊട്ട് ചെയ്യാനും പാടില്ല. മനസ്സിലായോ? നിങ്ങൾ തെറ്റ് ചെയ്യുകയും ചെയ്യരുത്. തെറ്റായ കാര്യങ്ങൾ, നെഗറ്റീവായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കാനും പാടില്ല, മറ്റൊരാളോട് അത് പ്രവർത്തിക്കാനും പാടില്ല, അതിനായിട്ട് പ്രവോക്ക് ചെയ്യാനും പാടില്ല എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കില്ലേ. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.